ഇന്ന് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന മാംഗോ സ്മൂത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുറച്ച് നല്ല പഴുത്ത മാങ്ങ ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ ഈ സ്മൂത്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. മാംഗോ സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ പഴുത്ത മാങ്ങ അതിൻ്റെ തൊലിയെല്ലാം മാറ്റിയിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. മാങ്ങ നന്നായിട്ട് തണുത്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പഴുത്ത മാങ്ങ, നല്ല മധുരമുള്ള മാങ്ങ, നാരൊന്നും ഒട്ടും ഇല്ലാത്ത മാങ്ങ വേണം എടുക്കാൻ. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് പാല് കട്ടിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രീസർ വെച്ച് കട്ടിയാക്കിയ പാല് ഒന്ന് ഉടച്ചെടുത്തതാണ്. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതാണിത്. അതൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി. ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് തൈരാണ്. ഒട്ടും പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ. യോഗർട്ട് എടുത്താലും മതിയാകും. അല്ലെങ്കിൽ പുളിയില്ലാത്ത തൈര് അതൊരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം മധുരത്തിന് ആവശ്യത്തിന് തേനോ പഞ്ചസാരയോ ചേർക്കാം. ഞാൻ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഒരു 4-5 ടേബിൾ സ്പൂൺ നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം തേനായിരിക്കും കുറച്ചുകൂടെ നല്ല ടേസ്റ്റ്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല തണുത്ത പാല്, കട്ടയാവാത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൊണ്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ആദ്യം ഓരോ ഗ്ലാസിൻ്റെയും പകുതിയോളം ഒഴിച്ചു കൊടുക്കാം. ഇത് കട്ടി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാലൊഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനി ഞാനിവിടെ കുറച്ച് പാല് കട്ടിയാക്കിയത് എടുത്തിട്ടുണ്ട്. അതിലൊന്ന് കുറച്ച് പഞ്ചസാര ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതാണിത്. അത് ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇത് ചെയ്യുമ്പോൾ കാണാനായിട്ട് നല്ലൊരു ഭംഗിയുണ്ടാകും. വൈറ്റ് കളറും യെല്ലോ കളറുമായിട്ട് ഗ്ലാസ്സിലിങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടാകും. അതുകൊണ്ടാണ് ഇതുപോലെ ഒഴിച്ചത്. ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിന് മുകളിലായിട്ട് വീണ്ടും മാങ്ങ ജ്യൂസ് ഒഴിക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. മാങ്ങയുടെ കൂടെ വേണമെങ്കിൽ ഏതെങ്കിലും നട്ട്സ്, പിസ്തയോ കാഷ്യൂ നട്ട്സോ ഏതെങ്കിലും വേണമെങ്കിലും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മാംഗോ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കണ്ട ശേഷം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.